വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി പണ്ടേയുള്ള കഥകളെ തുറന്നിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ തന്നെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറയാമോ? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ്, രാജാതിരാജാവായ ക്രിസ്തു ഇന്ന് ഈ സമയം, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ചിലർക്ക് വേണ്ടി വാതിലുകൾ ഓപ്പൺ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി കേട്ട വാഗ്ദത്തങ്ങൾ ഇതാ ഓപ്പൺ ആകുന്നു. ആമേൻ. ചില വാഗ്ദത്ത ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകുന്നു. ചില നിയോഗങ്ങൾ ഓപ്പൺ ആകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ വാതിലുകൾ ഓപ്പൺ ആകുന്നു. ദേശത്തിന്റെ വാതിലുകൾ, ജാതികളുടെ വാതിലുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ട വാഗ്ദത്ത ശബ്ദങ്ങൾ ഇതാ സമയമായിരിക്കുന്നു ഓപ്പൺ ആകാൻ. നിന്റെ നിയോഗത്തിന്റെ സമയമാകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും ദയവായിരുന്നാട്ടെ, എല്ലാവരും ദയവായിരുന്നാട്ടെ. ആമേൻ. ഇത് ദൈവം ഒരുക്കിയത് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാകും. നമ്മളെ പറ്റിയുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഓപ്പൺ ആകുന്ന സമയമായത്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഓപ്പൺ ആകും. ആമേൻ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നിടത്ത് വാതിലുകൾ ഓപ്പൺ ആകും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, ദൈവസ്നേഹത്തിൽ നിങ്ങൾ വന്നതിന്. ആമേൻ. ദൈവസ്നേഹത്തിൽ നിങ്ങൾ കടന്നു വന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകരുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ആര് കൈവക്കിയില്ല? ആമേൻ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ജനിച്ചു വീണത് പ്രാർത്ഥനാ കുടുംബത്തിലാണ്. ആമേൻ. ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന പ്രാർത്ഥനകൾ ഇത് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നെ നന്നായി അറിയുന്നൊരു കുടുംബം ഇവിടെ ഉണ്ട്. ആമേൻ. സായിച്ചാനും ഗീതമാമയും. ഹല്ലേലൂയ. അവർക്കറിയാം എത്രമാത്രം എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചതാ. ഹല്ലേലൂയ. ഞാനിങ്ങനെ നിൽക്കാൻ, ആമേൻ, ഞാനിങ്ങനെ നിവർന്ന് നിൽക്കാൻ. മറ്റ് രണ്ടുപേരെ കാണുമ്പോൾ മമ്മിയുടെ സാരിത്തുമ്പിൽ ഒളിച്ചോടുന്ന വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുന്നു. ആമേൻ. ചെറിയ നാൾ മുതൽ കേൾക്കാത്ത വാഗ്ദത്തങ്ങളില്ല, കേൾക്കാത്ത പ്രവചന ശബ്ദങ്ങളില്ല. ആമേൻ. ഇന്ന് വിശ്വസിക്കുന്നവർ വിളിച്ചു പറയാമോ? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ആമേൻ. അത് സമാപ്തിയിലേക്ക്
അത് വേഗം വരുന്നു. അത് വേഗം വരുന്നു. അമ്മ രണ്ടുപേർക്ക് കൈ കൊടുത്തോണ്ട് പറ. രണ്ടുപേർക്ക് കൈ കൊടുത്തോണ്ട് പറ. അമ്മ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതിത് സമാപ്തിയിലേക്ക് വേഗം വരുന്നു. വേഗം വരുന്നു. സന്തോഷത്തോടെ പറ. അമേൻ. വിശ്വസിച്ചുകൊണ്ട് പറ. ആലേ മഹത്വത്തിന്റെ രാജാവ് ഹേ യേശുവിന്റെ നാമത്തിൽ അമേൻ. ഒരുപാട് വാക്തത്വങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എന്നാൽ അത് ആ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ. ഞാൻ ജനിച്ചു വളർന്നൊരു മർത്തോമ കുടുംബത്തിലാണ്. ആമേൻ. ഞാൻ 30 വയസ്സ് വരെ അതിൽ എങ്ങനെ ആയിരുന്നു എന്ന് ചിലർക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ഒരു തരത്തിലും എനിക്ക് വിട്ടുപോരാൻ കഴിയത്തില്ല. കാരണം ഞാൻ സൺഡേ സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ കണ്ടു തുടങ്ങുന്ന വ്യക്തികൾ, ഞാൻ യേശുവിനെ പറ്റി കൂടുതൽ പഠിക്കുന്നത് അവിടുന്നാണ്. എനിക്കതിൽ മർത്തോമ സഭയെപ്പറ്റി അഭിമാനമുണ്ട്. എന്നെ വളർത്തി, അടിസ്ഥാനത്തിൽ വളർത്തി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഒരു സമയമായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരു വാക്തത്വം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ: നീ റൂട്ട് മാറണം. ഹല്ലേലൂയ. അവിടെ വിളിക്കുന്നത് യേശുവിനെ അല്ലാത്തത് കൊണ്ടല്ല, ആമേൻ. പക്ഷേ എന്നെപ്പറ്റി നിന്റെ പദ്ധതി വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. നിന്റെ പദ്ധതി, ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും പോകുന്ന ഒരേ പാറ്റേണിൽ പോകാനല്ല നിന്നെ വിളിച്ചത്. നിനക്ക് ചില വ്യത്യസ്ത പാറ്റേണുകളുണ്ട്. എല്ലാവരും വിളി വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണേ. ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ 30 വർഷം ഞാൻ ജനിച്ച് വളർന്ന് സ്നാനപ്പെട്ട് മാമോദിസ തൊട്ട് അവിടെ വളർന്ന കാലഘട്ടം, ആമേൻ, ഒരിക്കലും വിട്ടുപോരാൻ കഴിയത്തില്ല. അതേപോലെ ആത്മബന്ധം ഓരോ വ്യക്തികളുമായി. ആമേൻ. ഞാൻ അവിടുന്ന് വിട്ടുപോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോലാഹലമുണ്ടായി. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ. ആമേൻ. അതവർ വേദന കൊണ്ടാ. ആമേൻ. കാര്യം ഞങ്ങളെല്ലാവരും അത്രയേറെ സ്നേഹിച്ചിരുന്നു. ആമേൻ. ഞാൻ പോയതിൽ കരഞ്ഞവരുണ്ട്. ഞാൻ മാറിയതിൽ കരഞ്ഞവരുണ്ട്. എൻ്റെ കുടുംബം മാറിയതിൽ കരഞ്ഞവരുണ്ട്. ആ ദൈവസ്നേഹത്തിൽ അവർ കരഞ്ഞത്. വിഷമമുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം വലിയവൻ. ഹല്ലേലൂയ, ആമേൻ. 2015 ആകുമ്പോൾ ഞാൻ അവിടുന്ന് മാറി. ആമേൻ. മാറുമ്പോൾ എൻ്റെ പലരും പറഞ്ഞു, ആമേൻ, ഇവിടെ നിൽക്കുന്ന ഗീതമ്മയും കുടുംബവും അന്ന് മർത്തോമ സഭയിലാണ്. ഗീതമ്മ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, മോനെ നീ തിരിച്ചു വരണം, നീ തിരിച്ചു വരണം, വന്നേ പറ്റൂ. ആമേൻ. ഞാൻ പറഞ്ഞു, അമ്മമ്മേ എനിക്കറിയാം, അധികം ഞാനൊന്നും പറയുന്നില്ല. 1 വർഷത്തിനുള്ളിൽ അമ്മാമ്മ ഇങ്ങോട്ട് വരുമെന്ന്. അമ്മേ, 1 വർഷത്തിനുള്ളിൽ അമ്മാമ്മ ഇങ്ങോട്ട് വരും. അമ്മാമ്മ, ഞാൻ അങ്ങോട്ട് വരത്തില്ല. അമ്മാമ്മയോട് ചോദിച്ചാൽ അറിയാം, 9ാമത്തെ മാസം അമ്മാമ്മ അവിടെ എത്തി. ആമേൻ, ഹല്ലേലൂയ. ഞാനിവിടുന്ന് കള്ളം പറയല്ല. ഹല്ലേലൂയ. ഈ ദൈവദാസനിലൂടെ അവർ പുതിയൊരു തലത്തിലേക്ക് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിച്ച ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. അത് പറഞ്ഞാൽ തീരത്തിൽ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് നന്ദി പറഞ്ഞാൽ ഒരുപാടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. 2015 ഞാൻ റെനിച്ചാനുമായി കൂടുതൽ അടുക്കുന്നത്. ആമേൻ. ഞാനൊരു വലിയ പ്രയാസത്തിലിരിക്കുമ്പോൾ, എൻ്റെ ബിസിനസ് തകർന്ന് വലിയൊരു പ്രതിസന്ധി ഇരിക്കുമ്പോൾ, റെനിച്ചാൻ എൻ്റെ കസിനാണ്. ആമേൻ. റെനിച്ചാൻ ഞാൻ കൂടുതൽ അടുക്കുന്നൊരു സമയം ഇതാണ്. ആമേൻ. അങ്ങനെ ഇരിക്കെ ദൈവദാസനൊരു ദൂതൻ്റെ മേൽ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അന്ന് എറണാകുളത്താണ്, നിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മാറ്റും. ഹല്ലേലൂയ, ആമേൻ. അവിടെ നിന്നെ സ്പിരിച്വലിയും ഭൗതികമായും ഫിനാൻഷ്യലിയും ഞാൻ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഞാനന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല, തിരുവനന്തപുരം പട്ടണത്തിലോട്ട് മാറുന്നത് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ.
ആമേൻ. ഒരു മാസത്തിനുള്ളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ശരിയായി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മാറി. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. ആമേൻ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ നാളുകളിലൊക്കെ ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ നിയോഗമെന്ന വണ്ണം ആമേൻ ഹല്ലേലൂയ ഒരു കർത്തദാസൻ്റെ കൂടെ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിന് ഇന്നുവരെയും ആമേൻ അദ്ദേഹത്തിൻ്റെ ഹല്ലേലൂയ പ്രയത്നങ്ങൾ അത് മറക്കാൻ കഴിയത്തില്ല. വന്ന വഴികൾ മറക്കാൻ കഴിയത്തില്ല. ഞങ്ങളിവിടെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ദേവദാസനാണ്. ആമേൻ. ഹല്ലേലൂയ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ അനേകരുണ്ട്. ആമേൻ. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നപ്പോൾ ചില നാളുകൾക്ക് മുന്നേ എന്നെ വചനത്തിൽ ഉറപ്പിച്ച ഒരു ദൈവമനുഷ്യൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിക്കുന്ന എനിക്കറിയാമായിരുന്നു. ആമേൻ. അദ്ദേഹം ഒന്നും പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷികൾ മാത്രമേ പറയത്തുള്ളൂ. ആമേൻ. അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, ബ്രദറെ മെഡിസിൻ എടുക്കുന്ന നിർത്ത്. ആമേൻ. അന്ന് രാത്രി ഞാൻ നിർത്തി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എന്നെ ആരോഗ്യത്തോടെ ഇവിടെ നിർത്തിയിരിക്കുന്നെങ്കിൽ പല പ്രാർത്ഥനകളുമുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. 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 നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത് ആമേൻ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ആമേൻ. ആമേൻ. ഇതാ സഫലവും വിശാലവുമായൊരു വാതിൽ. ഇതാ സഫലവും വിശാലവുമായൊരു വാതിൽ. ആമേൻ. നമുക്കറിയാം, ഒരു വീടിൻ്റെ ഡോർ ഓപ്പണായി കഴിഞ്ഞാൽ അതിനകത്തുള്ള സകല ഡോറുകളും ഓപ്പണാകും. അതിനകത്തുള്ള സകല അലമാരകളുടെ സകല ക്യാബിനുകളും ആമേൻ സകല ഡോറുകളും അത് ഓപ്പണാകും. ഇതാ സഫലവും വിശാലവുമായ ഒരു വാതിൽ അത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും അടഞ്ഞു കിടന്ന വാതിലുകൾ ഓപ്പണാകുന്നു. അത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 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 ആ വാതിൽ ക്രിസ്തുവാ. ആമേൻ. ആ വാതിൽ ക്രിസ്തുവാ. ആമേൻ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ മിനിസ്ട്രിയുടെ പേര് ഡോർ ടു ക്രൈസ്റ്റ് എന്ന. ആമേൻ. രണ്ടുപേരും കൈകൊടുത്ത് പറയാമോ? ഡോർ ടു ക്രൈസ്റ്റ്. ആമേൻ. ക്രിസ്തുവിലേക്കുള്ള വാതിൽ. എന്താ നമ്മുടെ ലക്ഷ്യം? ഒരുവനെ ക്രിസ്തുവിലാക്കുക. ആമേൻ. ഒരുവനെ ക്രിസ്തുവിലാക്കുക. ക്രിസ്തുവിലാക്കുന്നത് വരെ നമ്മുടെ ജോലി. ക്രിസ്തുവിലാക്കി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. ബാക്കി അവന്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിലേക്കുള്ള വാതിൽ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം തന്ന ഒരു വചനം ഞാൻ നിങ്ങളോട് വായിച്ചിട്ട് ഞാൻ എത്രയും വേഗം ദൈവദാസന് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഞാൻ എത്രയും വേഗം നിർത്തും. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാമോ? പുരുഷാരം ദൈവവചനം കേൾക്കാൻ വേണ്ടി തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്താണ്? ദൈവവചനം കേൾക്കാൻ വേണ്ടി
തിക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആമേൻ അടുത്ത് 2 പടക് കാണുകയാണ്. അതിൻ്റെ അരികിൽ 2 പടക് കാണുന്നു. കർത്താവ് ശിമോനുള്ള പടകിലേക്ക് കയറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, കർത്താവ് കയറി ശിമോനുള്ള പടകിലേക്ക്. എന്നിട്ട് കർത്താവ് ശിമോനോട് ഹെൽപ്പ് ചോദിക്കുക. ഇതൊന്ന് അല്പം ഒന്ന് നീക്കി തരാമോ? എന്താ ഈ പടക് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒന്ന് നീക്കിത്തരാമോ? അവൻ ഈ ശിമോൻ ഇതിനു വേണ്ടി ഒന്ന് നീക്കിക്കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്ന് വചനം പറയുക. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രദ്ധിച്ചോ, ആമേൻ. ദൈവത്തിന് വേണ്ടി നീ എവിടെങ്കിലുമൊക്കെ ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ അറിയത്തില്ല, നീ ഇന്ന് മീൻപിടുത്തക്കാരനാ. നിന്റെ മേൽ പുറകിൽ വരാൻ പോകുന്ന അഭിഷേകം എന്തെന്ന് നിനക്ക് തിരിച്ചറിയത്തില്ല. അവൻ നിന്റെ മേൽ ആ സഭയെ പണിയാൻ പോകുന്നത്. അവൻ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കയില്ല. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ഇതാ ഒരു അത്ഭുതം അത് നിന്റെ പുറകെ. പത്രോസേ, സഭയെ പണിയാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്നിലൂടെ പണിയും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, നീ വഹിക്കാൻ പോകുന്ന അഭിഷേകം, ആമേൻ, അത് ചരിത്രമാകും. നീ വഹിക്കാൻ പോകുന്ന അഭിഷേകം, ഹല്ലേലൂയ, അത് ചരിത്രമാകും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ചിന്തിക്കത്തില്ലപ്പോ, ആമേ, എൻ്റെ പുറകിലൊരു അഭിഷേകം വരുന്നുണ്ട്, എൻ്റെ പുറകിലൊരു അത്ഭുതം വരുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഒന്നും അറിയാത്തവനായിരിക്കാം. നിനക്കിപ്പം മീൻ പിടിക്കാൻ മാത്രമേ പരിചയമുള്ളായിരിക്കാം. ഹല്ലേലൂയ. എങ്കിലും നിന്റെ മേലൊരു അസാധാരണ അഭിഷേകം പുറകിൽ വരുന്നുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സകലത്തെയും പിടിക്കുന്ന അഭിഷേകം, സകലത്തെയും സൗഖ്യമാക്കുന്ന അഭിഷേകം, സകലത്തെയും സ്നാനപ്പെടുത്തുന്ന അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞോട്ടെ, ഈ സഭയോടും ഞാൻ വിശ്വസിക്കുന്നു, ഈ ദേശത്തോടും ദൈവം എൻ്റെ മനസ്സിൽ തന്നൊരു ചിന്ത ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവം ത്തിൻ്റെ വാക്കനുസരിച്ച് വലയിറക്കി നമുക്കറിയാം. ആമേൻ. എന്തോ കർത്താവ് പറഞ്ഞേ? ആഴത്തിലേക്ക് വലയിറക്കണം. അല്പം നീക്കി ആഴത്തിലേക്ക് വലയിറക്കണം. ആമേൻ. കർത്താവിൻ്റെ വാക്കിന് സ്റ്റെപ്പ് വയ്ക്കാൻ പത്രോസ് തയ്യാറായി. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. അവിടെ വേറെ കുറെ പടകുകാരുണ്ട്. ആമേൻ. 2 പടകൊണ്ടെന്നാ പറഞ്ഞേ. മീൻ പിടിക്കുന്ന പലരും അവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? മീൻ പിടിക്കുക. ആമേൻ. പടകുകളുടെ ലക്ഷ്യം എന്താ? മീൻ പിടിക്കുക. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 6 മുതലുള്ള വാക്യങ്ങൾ. ചാടി ചിലര് വലയിടുന്ന കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പല യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇങ്ങനെ അവരിങ്ങനെ ചാടി വലിയ വല ഇങ്ങനെ ഇടും. ആമേ. അവരെത്ര വലയിട്ടോ അതിനനുസരിച്ച് മുങ്ങും, മീൻ കിട്ടും അതിനകത്ത്. ഹല്ലേലൂയ. എത്ര ദൂരത്തിൽ വലയിട്ടോ അത്രയും മീൻ അതിനകത്തേക്ക് കിട്ടും. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ആഴമേറിയ ദൂതനെ ഞാൻ കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആഴമേറിയ ദൂതനെ ഇന്ന് പകൽ ശ്രദ്ധിച്ചോണേ. പെരുത്ത മീൻ കൂട്ടമാ, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പെരുത്ത മീൻ കൂട്ടമാ, എണ്ണമില്ല. ആമേൻ. എന്നാൽ ഇതാ വലിച്ചു കയറ്റാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ.
ആമേൻ. വലിച്ചു കെട്ടാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നടക്കത്തില്ല. ഇതാ നീ കൈപിടിക്കണം, കൈപിടിക്കണം, കൈപിടിക്കണം. ആമേൻ. അച്ഛാ, ഹല്ലേലൂയ. കൈപിടിക്കണം, കൈപിടിക്കണം, കൈപിടിക്കണം. ഹല്ലേലൂയ. ആമേൻ. പടകുകൾ തമ്മിൽ കൈപിടിക്കണം. ഹല്ലേലൂയ. പടകുകൾ തമ്മിൽ കൈപിടിക്കണം. ഹല്ലേലൂയ. ഇതാ പടകുകൾ കൈപിടിക്കാൻ പോകുന്നു. ട്രിവാൻഡ്രം പട്ടണത്തിലേക്ക് മീൻ പിടിക്കാൻ ഇറങ്ങുന്ന പടകുകൾ ഇതാ കൈ കൊടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. 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 ഒരു പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കണമെങ്കിൽ നീ കൈ കൊടുത്തേ മതിയാകൂ. ആമേൻ. സഭകൾ കൈ കൊടുത്തേ മതിയാകൂ. ദൈവദാസന്മാർ കൈ കൊടുത്തേ മതിയാകൂ. ഹല്ലേലൂയ. 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 നീ കൈ കൊടുക്കണം. ഹല്ലേലൂയ. കൈ കൊടുക്കണം. ആമേൻ. എന്തോ അവിടെ ചെയ്തേ? കൂട്ടാളികളെ വിളിച്ചു, കൈ കൊടുത്തു. ആമേൻ. അവർ വലിച്ചു കയറ്റി. ഇതാ വലിയൊരു സംഭ്രമം പോലെ ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പത്രോസിന്റെ പടക് മാത്രമല്ല നിറഞ്ഞത്, ആ 2 പടക് നിറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭകൾ കൈ കൊടുക്കാൻ പോകുന്നു. ആമേൻ. 2 പേർക്ക് കൈ കൊടുത്തു പറ, സഭകൾ കൈ കൊടുക്കാൻ പോകുന്നു. സഭകൾ കൈ കൊടുക്കാൻ. സഭകൾ ദൈവാത്മാവിൽ, സഭകൾ ദൈവാത്മാവിൽ, ദൈവ സ്നേഹത്തിൽ കൈ കൊടുക്കാൻ പോകുന്നു. ദൈവ സ്നേഹത്തിൽ കൈ കൊടുക്കാൻ പോകുന്നു. അയ്യോ, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ദൈവ സ്നേഹത്തിൽ 2 പേര്. ദൈവ സ്നേഹത്തിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവർ ആദ്യം കൈ കൊടുത്താട്ടെ. ആമേൻ. ഒന്ന് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്താട്ടെ. ചിരിച്ചുകൊണ്ട് കൈ കൊടുത്താട്ടെ. ആമേൻ. സകല സഭകളും കൈ കൊടുക്കാൻ പോകുന്നു. ഇതാ ഒരു പെരുത്ത മീൻകൂട്ടത്തെ വഴുതി പോകുന്ന ചിലതിനെ, ഹല്ലേലൂയ, ആരും പിടിച്ചിട്ട് കിട്ടാത്ത വഴുതി പോകുന്ന ഇതാ, ഹല്ലേലൂയ, വഴുതി പോകുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സഭകൾ നിറയാൻ പോകുന്നു. ഇത് നമ്മുടെ സഭയെ നിറയ്ക്കാനുള്ള പരിപാടിയല്ല. ആമേൻ. ഇത് സഭയെ നിറയ്ക്കാനുള്ള പരിപാടിയല്ല. ദൈവരാജ്യത്തിലേക്ക്, ദൈവമഹത്വത്തിലേക്ക് ചിലതിനെ കൂടെ കൊണ്ടുവരാൻ കൈപിടിക്കാൻ, ചിലതിനെ താങ്ങാൻ, ചിലതിനെ താങ്ങാൻ ഹൃദയത്തോട് ചേർത്തുകൊണ്ട്, ഹൃദയത്തോട് ചേർത്തുകൊണ്ട്. ആരൊക്കെ പറയും? പ്ലീസ് റിസീവ്, റിസീവ്. ഈ വചനത്തെ റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം മനസ്സിൽ ഈ ആശയം തരുമ്പോ ദൈവം പറഞ്ഞ ഒരു ചിന്തയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സ്പ്രെഡിങ് ദ ലവ് ഓഫ് ജീസസ്. യേശുവിന്റെ സ്നേഹത്തെ സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചർച്ചിനകത്ത് ഒരുപാട് പ്രാർത്ഥനകളും മെസ്സേജുകളും എല്ലാ യൂട്യൂബുകളിലും നമ്മൾ കാണുന്നതാ. വചനങ്ങൾക്ക് കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, പ്രവചനങ്ങൾക്ക് കുറവില്ല. ആമേൻ. നമ്മൾ സഭയായി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. വഴിയരികിൽ എത്ര പേരാ കിടക്കുന്നേ? അവർക്ക് ആഹാരമുണ്ടോ നമ്മൾ അറിയുന്നുണ്ടോ? ആമേൻ. നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നവരാ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സ്വസ്ഥമായി ഉറങ്ങുന്നവരാ. നമ്മൾ കൊതുകടിയുള്ളാതെ സ്വസ്ഥമായി നമ്മുടെ മെത്തയിൽ ഉറങ്ങുന്നവരാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ ഇടാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അനേകർ ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ലാതെ വിഷമിക്കുന്നു. അനേകർ ചർച്ചിൽ വരാൻ പൈസയില്ലാതെ വിഷമിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വചനം കേട്ടത് മതിയെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരുമിച്ച് കൈപിടിക്കാം. നമുക്കൊരുമിച്ച് കൈപിടിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പകരാം. ഹല്ലേലൂയ.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകരാം. അവൻ എന്ത് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നോ അതായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രാക്റ്റ് കൊടുത്തല്ല, ഞാൻ അതിനെതിരല്ല കേട്ടോ. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്ക് അവർ വരട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്ക് അവർ വരട്ടെ. ക്രിസ്തുവിൽ വളരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ സമയത്ത് ഒരുമിച്ച് സന്ധ്യാവേളയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദീർഘമായ ഒരു കാലം പ്രിയ റിജോ ബ്രദറുമായുള്ള ബന്ധത്തിൽ ഒക്കെ ആയിരിക്കാനിടയായി. പരസ്പരമുള്ള പ്രാർത്ഥനകൾ ഒക്കെ പലപ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവസരം തന്നു. കർത്താവിൻ്റെ ആലോചനകളെ പങ്കുവെക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ കിട്ടിയ അവസരങ്ങളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ പുതിയ തുടക്കത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും യേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുമായി പ്രിയ സുരേഷ് റീജ അല്ലേ, അവരിതിൻ്റെ നടുവിലുണ്ടല്ലോ. ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഈ മിനിസ്ട്രി ഇവിടെ അനുഗ്രഹിച്ച് ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് എൻ്റെ മേൽ കിടക്കുന്ന കർത്തവ്യം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടക്കാവൂ. താങ്ക് യു മാസ്റ്റർ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യും. അസാധാരണമായ ഒരു ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവപ്രവൃത്തി നീ ഇന്ന് കാണാൻ പോവുക. നീ അറിയാത്ത, നീ കണ്ടിട്ടില്ലാത്ത, നീ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു മാസ്റ്റർ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നെ ആൾമാറിയതാക്കും. ആത്മാവ് നിന്നോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ലൈഫിൽ നീ അനുഭവിക്കാത്ത ടച്ചിങ് അവൻ ഇന്ന് പകൽ ആത്മാവ് നിനക്ക് വേണ്ടി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ ചലനം. താങ്ക് യു മാസ്റ്റർ. പരിശുദ്ധാത്മാവേ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേക്കാവോ? Thank you, Master. Oh, the Lord God Almighty to reign. Ramashakhalaba. Hallelujah. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചാട്ടെ. Hallelujah. Oh, thank you, Master. Oh, the Lord God Almighty to reign. Hallelujah. Hallelujah. Holy. Oh, thank you, Master. Holy. Thank your presence. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. You are holy. Oh, thank you, Master. Holy. Your presence. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. Amen. Thank you, Master.
ആ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കണേ. Oh, thank you, Master. Oh, thank you, Jesus. Thank you, Holy Spirit. Oh, thank you, Master. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുന്നു. ആത്മമണ്ഡലം ഇതിനകത്ത് ചലിക്കുന്നു. വലിയ ദൈവപ്രവർത്തികളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കണേ. For the Lord God Almighty reigns. Hallelujah. Thank you, presence. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. Hallelujah. Hallelujah. ചേർന്ന് പാടാവോ? പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. ആ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കണേ. അടഞ്ഞ സാധ്യതകൾ തുറക്കട്ടെ. പുതിയ വാതിലുകൾ ഓപ്പൺ ആകട്ടെ. പുതിയ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. ആ സാന്നിധ്യം ഇത് പകൽ ഇതിനകത്ത് ചലകട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തും. എല്ലാവർക്കും ഇരിക്കാമല്ലോ. രണ്ട് ഡെഡിക്കേഷനുകൾ സംഭവിക്കും. ഒന്ന്, ചർച്ചിൻ്റെ ശൈശവാവസ്ഥ, ഒരു കുഞ്ഞിൻ്റെ ശൈശവാവസ്ഥ. ഈ രണ്ട് മേഖലയും വളർച്ചയിലേക്ക് വരുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ മേലൊരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കും. കർത്താവ് പറഞ്ഞ ആലോചനകളൊന്നും മാറത്തില്ല. നീ പരാജയം എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന് പുതുക്കി പണിയുണ്ട്. നീ എവിടെയാണോ ഫുൾ സ്റ്റോപ്പുകൾ ഇടുന്നത്, അവിടെയാണ് എൻ്റെ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. നീ എവിടെയാണോ അവസാനിച്ചതെന്ന് പറയുന്നത്, അവിടെ എൻ്റെ ദൈവം തുടങ്ങാനായി ആരംഭിക്കും. ഹല്ലേലൂയ. അതാ നമ്മൾ കേട്ടോണ്ടിരുന്നേ. ഒരു രാത്രിയുടെ മുഴുവൻ പരാജയത്തെയും ഏറ്റുവാങ്ങിക്കൊണ്ട്
പത്രോസ് പരാജയത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു നിറവ് അവൻ്റെ പടകിലേക്ക് ഇരച്ചു കയറിയെങ്കിൽ ഇന്ന് പകൽ നീ പരാജയം പരാജയം എന്ന് പറഞ്ഞതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം ഇതാ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഞാനിന്ന് സംസാരിക്കേണ്ടത് എന്താണെന്ന് ഒരു പദത്തിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രുജോ സംസാരിച്ചതിൻ്റെ വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഒരു രാത്രിയുടെ മുഴുവൻ പരാജയവും ഏറ്റുവാങ്ങിയ പത്രോസ് പടകിൽ പരാജിതനായിരിക്കുമ്പോൾ ആമേൻ കർത്താവിൻ്റെ വാക്കിന് മുന്നിൽ വലയിറക്കിയിട്ട് ഒരു ചോദ്യം, ആമേൻ കർത്താവ് പറഞ്ഞതിൻ്റെ മറുപടിക്ക് അവൻ പറയുന്നൊരു വാക്കുണ്ട്, നാഥ. ആ നാഥ എന്ന് പറയുന്ന പദത്തിന് ഗ്രീക്കിലൊരർത്ഥമുണ്ട്, എപ്പിസ്റ്റാറ്റസ് എന്ന് പറയുന്ന അർത്ഥമുണ്ട്. രാത്രിയുടെ മുഴുവൻ പരാജയവും ഏറ്റുവാങ്ങിയിട്ട് പത്രോസ് നിന്നുകൊണ്ട് നാഥ നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിലൊരർത്ഥം എഴുതി വെച്ചു. അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആമീൻ ന്യായാധിപൻ 1, 2 മേലധികാരി, ആമീൻ 3 സൈന്യാധിപൻ. ഹല്ലേലൂയ. പത്രോസിൻ്റെ പ്രതികരണം 3 മേഖലയിലാണ്. ഹല്ലേലൂയ. നീ ഇതിൻ്റെ അധികാരി, താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. നീ ഇതിൻ്റെ മേലധികാരി, നീ ഇതിൻ്റെ സൈന്യാധിപൻ. ഹല്ലേലൂയ. ആമീൻ. അടുത്ത പദം സർവാധികാരി. ഹല്ലേലൂയ. നീ പറഞ്ഞ പരാജയത്തിൻ്റെ ആമേൻ വാക്കിന് ഇന്നു പകൽ ആമേൻ നീ പറഞ്ഞ പരാജയത്തിൻ്റെ വാക്ക് ഒന്നാമത്തെ മേഖലയിൽ അവസാനിക്കുമ്പോൾ നീ രണ്ടാമത്തെ ഒരു പദം നിന്റെ വായിൽ നേറ്റു പറഞ്ഞു, നാഥ. ആമേൻ. നീ പറഞ്ഞ സാഹചര്യത്തിൻ്റെ ഭരണാധികാരിയാണ് നീ. ആമേൻ. എൻ്റെ രാത്രിയുടെ പരാജയത്തിൻ്റെ സൈന്യാധിപനാണ് നീ. ഓ ഇന്ന് പകൽ നിന്റെ ഫാമിലി ലൈഫിനെ നോക്കിക്കൊണ്ട് പറ, നിന്റെ ചർച്ചിനെ നോക്കിക്കൊണ്ട് പറ, നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് പറ, ആമീൻ എൻ്റെ യേശു അതിന്റെ സൈന്യാധിപൻ, എൻ്റെ യേശു അതിന്റെ ഭരണാധികാരി. രാത്രിയുടെ പരാജയം ഏറ്റുവാങ്ങിയവന്റെ വാക്ക് ചലിക്കുന്നത് നീ ഈ സാഹചര്യത്തിന്റെ മുതലാളിയാ. നീ സാഹചര്യത്തിന്റെ നീ പരാജയപ്പെട്ട ഇന്നലകളുടെ സൈന്യാധിപനാണ്. ഹല്ലേലൂയ. എൻ്റെ പരാജയം ഞാൻ എവിടെ ഏറ്റുപറയുന്നോ അവിടെ ഞാൻ എൻ്റെ ദൈവത്തെ അതിൻ്റെ അധികാരിയായി ആമേൻ പ്രതിഷ്ഠിക്കുന്ന സമയം. ആമേൻ. ഇന്നലകളുടെ രാത്രിയുടെ പരാജയം ജയമാറി മാറാൻ പോകും. ആമേൻ. രാത്രിയുടെ മുഴുവൻ പരാജയത്തിന്റെയും നിന്റെ ലൈഫിന്റെ മുഴുവൻ പരാജയവും ഏറ്റുവാങ്ങി ഈ ശബ്ദപരിധിയിൽ നീ ഇവിടെ ആയിരിക്കുമ്പോൾ വിളിച്ചു പറയാം, ആ സാഹചര്യത്തിന്റെ യജമാനൻ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. താങ്ക് യു ജീസസ്. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വീഡിയോ എടുക്കുന്ന ബ്രദറിനോട് ദൈവാത്മാവ് പറയുന്നു, താങ്ക് യു മാസ്റ്റർ. നീ ഒരു പുതിയ ബിസിനസ്സുമായി ടൈപ്പ് ചെയ്യാൻ പോകുന്നു. നിന്നെ പരാജയം എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ ഒരു രാത്രിയുടെ പരാജയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുത്തുറ്റകരം ചലിക്കാൻ പോകുന്നു. ഒന്നല്ല, മറ്റു പടകുകൂടി മാടി വിളിക്കത്തക്ക തരത്തിൽ നിന്റെ ലൈഫിന് ഞാൻ ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നു. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? രാത്രിയുടെ പരാജയം ഏറ്റുവാങ്ങിയവനെ ഇന്ന് പകൽ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ആമേൻ. എന്റെ വാക്കിന് മുമ്പിൽ നാഥ എന്ന് പ്രതികരിച്ചവനോട് പറയുകയാ, ആമേൻ ഈ രാത്രി ആമേൻ പരാജയമായെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു രാത്രിയിലാണ് മത്സ്യം പിടിക്കുന്നത്. അതുകൊണ്ട് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ച്. ഹല്ലേലൂയ. പകല് തങ്ങളുടെ ആയുധം മടക്കി തിരികെ പോവാൻ നിൽക്കുക. തമ്പുരാൻ പറഞ്ഞു, ഹല്ലേലൂയ, രാത്രിയുടെ എക്സ്പീരിയൻസ് മാറാൻ പോവാ. നിന്റെ വലയിൽ നിനക്ക് കേറാൻ കഴിയുന്നത് നീ കേറുമെന്ന് പറഞ്ഞത് ഈ രാത്രിയുടെ യാമങ്ങളിലാണ്. പക്ഷേ എക്സ്പീരിയൻസ് മാറാൻ പോവാ. ഈ പകൽ എക്സ്പീരിയൻസ് മാറാൻ പോവാ. രാത്രിയിൽ നിന്ന് പകലിലേക്ക് ഇന്ന് പകൽ നിന്റെ എക്സ്പീരിയൻസ് മാറും.
രാത്രി പിടിച്ചെങ്കിലേ മത്സ്യത്തെ കിട്ടൂ എന്ന നിന്റെ നിഘണ്ടുവിൽ നീ എഴുതി വെച്ചത് ആത്മാവ് ഇന്ന് പകൽ തുടച്ചൊന്ന് കേട്ടെ. അതിനെതിരായി ഈ പകൽ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ചലിക്കും. Oh, thank you, Jesus. Thank you, Holy Spirit. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? നിന്റെ എക്സ്പീരിയൻസ് മാറും. നീ പറഞ്ഞ വാക്കിനകത്ത് സൈന്യാധിപൻ എന്നൊരു പദമുണ്ടെങ്കിൽ നിന്റെ ലൈഫിനകത്ത് ഇതിന്റെ മേലധികാരി എന്നൊരു ഒരു പേരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ദൈവം എനിക്ക് മേലധികാരി എന്ന് നീ പറയുന്ന പക്ഷം, എന്റെ ദൈവം എനിക്ക് സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്ന പക്ഷം, നിനക്ക് മുമ്പ് ഒരു സൈന്യം ഇറങ്ങി നടക്കാൻ തുടങ്ങും. നിനക്ക് മുമ്പിൽ ഒരു സൈന്യം ചലിക്കാൻ തുടങ്ങും. സാഹചര്യത്തിനനുസരിച്ച് ദൈവഭൃത്യന്മാർ ദൈവത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, യുദ്ധമുന്നണിയിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നടുവിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, അങ്ങ് സർവ്വ സൈന്യാധിപൻ. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ആമേൻ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുവന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ നീ അല്ല യുദ്ധം ചെയ്യുന്നത്, എന്റെ ദൈവമാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവൻ സർവ്വ സൈന്യാധിപൻ. Holy, പരിശുദ്ധാത്മാവേ നന്ദി. are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. You are holy, holy. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. Amen. പെരുത്ത മീൻകൂട്ടം. ഹല്ലേലൂയ. അടുത്ത പടകിനെ മാടി വിളിക്കുമാറ് സർവ്വ സൈന്യാധിപൻ എന്ന് പറഞ്ഞപ്പോൾ അണ്ടകടാകത്തെ ഉണ്ടാക്കിയവൻ മാത്രമല്ല, കടലിനെ ഉണ്ടാക്കിയവൻ, ഇതിനകത്ത് മത്സ്യസമ്പത്ത് ഉണ്ടാക്കിയവൻ, അതിന്റെ അധികാരപരിധിയെ സ്വർഗത്തിന് ഏൽപ്പിച്ചപ്പോൾ ബുദ്ധി എവിടെ അസ്തമിച്ചോ, ശക്തി എവിടെ അസ്തമിച്ചോ, ആമേൻ, എല്ലാ മേഖലകളും എവിടെ അസ്തമിച്ചോ, അത് സർവ്വ സൈന്യാധിപന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ആമേൻ, രാത്രിയിൽ ചലിക്കാത്തൊരു മീൻകൂട്ടം പകലിൽ ചലിക്കാൻ തുടങ്ങി. Thank you, Jesus. അവന്റെ പടകിലേക്ക് ഇരച്ചു കയറി. ആ പദം ഇങ്ങനെ അകപ്പെട്ടു. മറ്റൊരു ലക്ഷ്യത്തോടു കൂടി സഞ്ചരിച്ചത് ഒന്ന്. ആമേൻ. ഒന്നിനകത്ത് അകപ്പെട്ടു. സർവ്വ സൈന്യാധിപൻ എന്ന് നീ പറയുന്ന സമയത്ത് ആമേൻ, സ്വർഗം പറയുന്നു, നിന്റെ വലയ്ക്കകത്ത് അകപ്പെടാൻ പോവാ. നീ കൊതിയോടെ കാത്തത്, നീ പരാജയം പറഞ്ഞത്, ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് ചിലത് അകപ്പെടാൻ പോകുക. നീ രാത്രി പരാജയപ്പെട്ടെടുത്ത് ചിലതിന്ന് പകൽ അകപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റിയത് അകപ്പെടാൻ പോവുക. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ആമേൻ, ആ ഇസ്രായേൽ ജനത്തിനു വേണ്ടി കാടകളെ വർഷിപ്പിച്ചു കൊടുത്തത്, കാടപ്പക്ഷികൾ കൊടുത്തത്, ആമേൻ, ചില കാലഘട്ടങ്ങളിൽ ഈ നാടുതൊണ്ടി പക്ഷികൾ, ആമേൻ, ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒക്കെ ഇവർ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാടപ്പക്ഷികൾ ആമേൻ ഒരു ലക്ഷ്യത്തിലേക്ക് പറന്നു നീങ്ങിയതാ. എന്നാൽ ആമേൻ, തൻ്റെ ജനത്തിന് ആഹാരത്തെ കൊടുക്കാൻ ആമേൻ കാടപ്പക്ഷികളുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് അവരുടെ കൂടാരങ്ങളുടെ മുമ്പിൽ പറന്നു നിന്നു എന്നാണ് വാക്യം. അങ്ങനെയാണ് ഇന്ന് പകൽ ചിലത് ലക്ഷ്യം പറ്റി, ചിലത് ലക്ഷ്യം തെറ്റി, ചിലത് ലക്ഷ്യം തെറ്റി നിന്റെ വീടിനകച്ച, ചിലത് ലക്ഷ്യം തെറ്റി നിന്റെ കുടുംബത്തിനകച്ച, ചിലത് ലക്ഷ്യം തെറ്റി നിന്റെ ബിസിനസ്സിനകച്ച, ചിലത് ലക്ഷ്യം തെറ്റി നിന്റെ തലമുറയ്ക്കകച്ച. ചിലതുമായി നീ ടൈപ്പ് ചെയ്യുക. ബ്രദറെ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ഒരു ചേഞ്ച് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു ബിസിനസിന്റെ ടൈപ്പ് നിന്റെ ലെവല് മാറ്റാൻ പോകുന്നു.
Thank you, Master. Thank you, Jesus. Rema Shaba Rekhalama. Remana Khadalaba Shabaraba. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. സർവ സൈന്യാധിപനെ, സർവത്തിന്റെയും അധികാരിയെ, ഇത് പറയുന്ന പക്ഷം, ഇത് പറയുന്ന സമയം, നിന്റെ പടക ഒരല്പം നീക്കുക എന്ന് പറഞ്ഞവൻ പിന്നീട് നിന്നോട് പറയുന്ന പദം ആഴത്തിലേക്ക് നീക്കുക. അല്പത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി കരം നീട്ടിയാൽ അടുത്ത പദം ആഴത്തിലേക്ക് വലനീക്കുക, വള്ളമിറക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയം പറഞ്ഞവൻ ആമേൻ പടകിലിരുന്ന് വല നീക്കാനുള്ള കാരണം, ആമേൻ അകത്തളങ്ങളിൽ അവനിരുന്ന് സംസാരിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. പരാജയപ്പെടുന്ന രാത്രികളെ കുറിച്ചല്ല, ആമേൻ കൊയ്തെടുക്കുന്ന പകലിനെ കുറിച്ചാണ് ആത്മാവ് ആമേൻ അതിൽ സംസാരിച്ചത്. ഒട്ടും അമാന്തിക്കാതെ ആമേൻ നാഥ എന്ന് വിളിച്ചുകൊണ്ട് പടകിറക്കാൻ തീരുമാനിച്ചവന്റെ പടകിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പരാജയം പറഞ്ഞിടത്ത് നിന്നെ അധികാരിയാക്കി നിർത്തി. അധികാരി, കടലിന്റെ അധികാരി എന്ന് തമ്പുരാനെ വിളിച്ച സമയം ആമേൻ സൃഷ്ടിച്ച സൃഷ്ടി മണ്ഡലങ്ങളിൽ ഒരുമിച്ച് ഒരു വലയ്ക്ക് നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ടാക്സ് ചോദിക്കുന്നവന് മറുപടി പറയാൻ, ടാക്സ് ചോദിക്കുന്നവന് മറുപടി പറയാൻ. ഹല്ലേലൂയ. കടലിൽ ഉലാവുന്ന ഒരു മത്സ്യത്തെ തമ്പുരാൻ ഉണ്ടാക്കി വെച്ചു. പത്രോസേ, നിന്റെ ചൂണ്ടൽ എവിടെ വീഴുന്നോ അതിനെ ലക്ഷ്യമാക്കി കടലിൽ ഉലാവുന്ന ഒരു മത്സ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇവിടെ വീശാൻ പറഞ്ഞില്ല, ഇവിടെ ചൂണ്ടയിടാൻ പറഞ്ഞില്ല. നീ എവിടെ ചൂണ്ടലുമായി നടക്കുന്നോ, നീ കരയിലൂടെ നടക്കുമ്പോൾ മത്സ്യം നിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആമേൻ. നീ എവിടേക്ക് അത് വലിച്ചെറിയുന്നു അവിടേക്ക് നിന്റെ ചുണ്ടലിൽ കുരുങ്ങിയത് ഒരു സാധാരണ മത്സ്യമല്ല, ഒരു അസാധാരണ മത്സ്യമാണ്. നിനക്ക് വേണ്ടി കൊടുക്കാനുള്ളത് അതിൻ്റെ വായിലുണ്ട്. താങ്ക് യു മാസ്റ്റർ. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ പ്രിയ റിജോയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആദ്യം സ്നാനം സ്വീകരിച്ചു. ഒത്തിരി എതിരുകളൊക്കെ ആളുകൾ എന്നെ കളിയാക്കി, പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഞാനിങ്ങനെ ആരുടെ ഇങ്ങനെ പറയാതെ നടക്കുമ്പോൾ റിജോയുടെ പപ്പ അദ്ദേഹം എന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അതിനകത്ത് വെച്ച് കണ്ടു. അച്ഛൻ എന്നെ ചേർത്ത് നിർത്തിയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. ആദ്യമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചെയ്തതിനെക്കുറിച്ച് നന്നായി എന്ന് പറയുന്ന ഒരു മർത്തോമക്കാരനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യനിൽ ആരംഭിച്ചു വെച്ചത് ദൈവാത്മാവ് തുടരുമെന്നുള്ളതിന് യാതൊരു തർക്കവും. ഒരു അബ്രഹാമിനെ വിളിച്ചെങ്കിൽ അബ്രഹാം പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടത്തില്ല. അബ്രഹാം പരാജയം പറഞ്ഞാലും ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്ത് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മളായിരിക്കുമ്പോൾ ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യും. ഞാൻ എൻ്റെ വാക്കിൽ നിർത്താം. പ്രിയ ബ്രദർ സിസ്റ്റർ കുഞ്ഞുമായി, അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുമായി മുന്നോട്ട് വരും. ഓർത്തിടുമ്പോ അത്ഭുതമേ, ഒന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല ഒന്നുമില്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുതാക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആയിരിക്കുമ്പോൾ ഈ ചർച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. അനേക ആത്മാക്കളുടെ വിടുതലിനു വേണ്ടി, അനേക ആത്മാക്കൾക്ക് ആശ്വാസമായി ഇന്ന് പകൽ ഞാനിതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകരെ കണ്ണീരൊപ്പാൻ, അനേകരെ സൗഖ്യമാക്കാൻ ഇതിനകത്ത് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. റിജോ കുടുംബം, പ്രദേശ് കുടുംബം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കണ്ണുനീരൊപ്പാൻ, യേശുവിലേക്ക് ഡോർ ഓപ്പൺ ചെയ്യുവാൻ, ആമേൻ, ഈ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് അതിന് പ്രാപ്തരാക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാടെ. ഒരുമിച്ച് ഹല്ലേലൂയ. അത് വർദ്ധിക്കും. ഇതിന് ശാഖകളുണ്ടാവും. അനേക ആത്മാക്കൾ ഇതിനകത്ത് വിടുതൽ അനുഭവിക്കും. ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാതെ അനേകർ കർത്താവിൽ ആദായപ്പെടും. ഹല്ലേലൂയ. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ മഹത്വം വ്യാപരിക്കട്ടെ, അങ്ങയുടെ കരം ചലിക്കട്ടെ, അങ്ങയുടെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. Thank you, Master. Thank you, Jesus. ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രത്യേകാൽ തിരുവനന്തപുരം പട്ടണത്തിൽ ഈ മിനിസ്ട്രിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രതിഷ്ഠിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മിനിസ്ട്രിയെ ഈ പട്ടണത്തിന് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഡോർ ടു ക്രൈസ്റ്റ്. കരങ്ങളടിച്ചതിനെ സ്വീകരിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പട്ടണത്തിന്റെ വർധനവിനായി ചേരും, അനുഗ്രഹത്തിനായി ചേരും. ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം ഒരു പട്ടണത്തോട് ദയ കാണിക്കും. ഹല്ലേലൂയ. ഓർത്തേൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ സുരേഷിനും, സുരേഷ് ലോറൻസ് അല്ലേ, പ്രിയ റീജയ്ക്കും ദാനമായി കൊടുത്ത കുഞ്ഞുമായി അവർ ദൈവസന്നദ്ധിയിൽ ആയിരിക്കുന്ന സമയമാണ്. പ്രത്യേകാൽ ഇതൊരു ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏതെങ്കിലും അല്ലെങ്കിൽ സഭകൾ, മറ്റ് സഭകൾ പറയുന്നത് പോലെ മാമോദീസയ്ക്ക് പകരമോ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. ഇവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെ അവരുടെ കർത്താവിൻ്റെ ദാസൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ കരങ്ങളിലല്ല. ഹല്ലേലൂയ. എന്നാൽ നിയോഗം എനിക്കുള്ളത് കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. ആലയത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത നന്മയെ ഒരു ദൈവദാസൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആമേൻ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല. ഇതൊരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചില ദൗത്യങ്ങളുണ്ട്. ഈ കുഞ്ഞിനെ വേദപുസ്തകം പറയുന്നു, ബാലനെ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കൂ, വൃദ്ധനായാലും അവൻ അതിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ അഭ്യസിപ്പിക്കൂ എന്നുള്ള ദൗത്യം നിങ്ങളുടെ രണ്ടിൻ്റെയും കടമയിൽപ്പെടുന്ന കാര്യമാണ്. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് വിശ്വാസത്താൽ നടുന്ന കാര്യമല്ല, നിയോഗത്താൽ നടുന്ന കാര്യമാണ്. തലമുറ എന്ന് പറയുന്നത് വിശ്വാസത്താൽ ജനിക്കുന്ന കാര്യമല്ല, നിയോഗത്താൽ ജനിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, തലമുറകളെ യഹോവ നൽകുന്ന ദാനം. നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല തലമുറ ജനിച്ചത്, നിന്റെ വിശ്വാസം കൊണ്ടല്ല ഈ ചർച്ച ഓപ്പണായത്, അത് നിയോഗമാണ്. ഹല്ലേലൂയ. ഇത് രണ്ടും ദൈവാത്മാവ് വളർത്തുവാൻ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്. അതിനെ വളർത്താനുള്ള ദൗത്യം ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കരങ്ങളിലും ചർച്ചിൻ്റെ പാസ്റ്റർ എന്ന നിലയിൽ പ്രിയ റിജോയിലും നിക്ഷിപ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നിരിക്കുന്ന ദൈവം ഇതിനെ വളർത്തും, ദൈവം ഇതിനെ നടും, ദൈവം ഇതിനെ വർദ്ധിപ്പിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരത്തുള്ളൂ. ഈ ചർച്ച വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. ദൈവാത്മാവ് അത് ചെയ്യണം.
ഈ തലമുറകൾ കർത്താവിൽ പ്രയോജനപ്പെടണമെങ്കിൽ നാഥ സർവാധികാരി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഒരു മുഴുവൻ രാത്രിയുടെ പരാജയവും ആമേൻ ഇന്ന് പകൽ മാറിപ്പോകുവാൻ നാഥ എന്ന് പറഞ്ഞ് തലമുറയെ സമർപ്പിക്കണം. ഒരു ഹന്ന നീണ്ട ദീർഘമായ വർഷങ്ങൾ തലമുറകളില്ലാതെ ഭാരപ്പെട്ടു. അവൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച സമയം ദൈവാത്മാവ് അവൾക്ക് വേണ്ടിയ തലമുറയെ കൈമാറി. അവളുടെ സമയത്തല്ലായിരുന്നു. ഒരു പ്രവാചകനെ ദേശത്തിന് രാജ്യത്തിന് വേണമെന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ചിലതിന് ദൈവം അടയ്ക്കും, ചിലതിന് ദൈവം തുറക്കും. ഹല്ലേലൂയ. ഇന്ന് ചില വാതിലുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, നിന്റെ റൈറ്റ് ടൈമിൽ, ദൈവത്തിൻ്റെ റൈറ്റ് ടൈമിൽ അത് തുറക്കും. അത് തുറന്നാൽ നിന്നിൽ നിന്ന് പുറത്തു വരുന്ന തലമുറ ദേശം കണ്ട ശുശ്രൂഷകനല്ല, രാജ്യം കണ്ട ആദ്യത്തെ പ്രവാചകനായി മാറും. ഹന്നയുടെ കരങ്ങളിലിരുന്ന തലമുറ, ആദ്യത്തെ തലമുറ രാജ്യം കാണാത്ത പ്രവാചകനെ സൃഷ്ടിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഹന്നയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൻ എന്ന നിലയിൽ അപ്പുറത്ത് അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും വലിയ ദൗത്യമുണ്ട്. പ്രാർത്ഥനയിൽ രണ്ടുപേർക്കും ഒരുപോലെ ദൗത്യമുള്ളപ്പോൾ പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ, ദൈവശക്തിയിൽ ഇതിനെ പോറ്റാനും പുലർത്താനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഹന്നയുടെ പ്രാർത്ഥന ഒരു പ്രവാചകനെ സൃഷ്ടിച്ചെടുത്തു. ആമേൻ. അവനെ വളർത്തുവാൻ ആലയത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. രണ്ട്, മോശയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാർ അവനെ ആമേൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, ശിശു സുന്ദരൻ എന്ന് കണ്ടു. ഒരു കുഞ്ഞിന് ജനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അതിന് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയത്തില്ല. അതിൻ്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും മാത്രമേ സൗന്ദര്യത്തിന് അളവുകോൽ വെക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ആമേൻ അവിടെ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ശിശു ജനനത്തിൽ തന്നെ സുന്ദരൻ എന്ന് കണ്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ ഒടുക്കവും കാണാൻ കഴിയുന്നവനാണ് അഭിഷേകമുള്ളവൻ. ഹല്ലേലൂയ. തുടക്കത്തിൽ ഒടുക്കവും കാണാൻ ആർക്ക് കഴിയും? അത് വർധനവിലേക്ക് വരും. ഹല്ലേലൂയ. ശിശു ദിവ്യ സുന്ദരൻ എന്ന് കണ്ട് ആമേൻ ദൈവത്തിന് വേണ്ടി വളർത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എവിടെയാണോ ആത്മാവിൽ സമർപ്പിക്കുന്നത് അവിടെ മാത്രമേ വളരത്തുള്ളൂ. എവിടെയാണ് ആത്മാവിൽ തുടക്കമിടുന്നത് അവിടെ മാത്രമേ അത് വർദ്ധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഈ കുഞ്ഞുമായി ദൈവസന്നദ്ധിയിൽ വന്നിരിക്കുമ്പോൾ ആമേൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക്, ആമേൻ സുരേഷ്, റീജ കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുത്ത ഈ തലമുറയുമായി ദൈവസന്നദ്ധിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ തലമുറ ഇവർക്ക് മാത്രമുള്ള ദൗത്യമല്ല, ചർച്ചിന് ദൗത്യമുണ്ട്. അവരെ ആത്മീയ പ്രബോധനങ്ങൾ കൊടുത്ത് വളർത്തിയെടുക്കാൻ ചർച്ചിന് ബന്ധുക്കൾക്ക് എല്ലാം ഒരുപോലെ ദൗത്യമുണ്ട്. ഇതാർക്കും പിന്മാറാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവസന്നദ്ധിയിൽ വന്ന് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ഈ കുഞ്ഞുമായടി ഞങ്ങളുടെ അടുത്ത് വരുന്നു. ഇവളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവൾ ദേശത്തിനൊരു അനുഗ്രഹമായി മാറും. രാജ്യങ്ങൾക്ക് ഇവൾ മുതൽക്കൂട്ടായി മാറട്ടെ. ഇവിടെ മേൽ വലിയ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ചിന്തിച്ചതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തംപരമായി വ്യാപരിക്കുന്ന അഭിഷേകം ഇവിടെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവളിലൂടെ ഇവൾ ഒരു അത്ഭുത ശിശുവായി മാറും. ഇന്നു മുതൽ ഈ കുഞ്ഞ് ഒലിവിയ സുരേഷ് എന്ന പേരിൽ അറിയപ്പെടും. ഇന്നു മുതൽ ഈ കുഞ്ഞ് ഒലിവിയ സുരേഷ് എന്ന പേരിൽ അറിയപ്പെടും. ഇന്നു മുതൽ ഈ കുഞ്ഞ് ഒലിവിയ സുരേഷ് എന്ന പേരിൽ അറിയപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനിവർക്ക് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇതിനെ ദൈവരാജ്യത്തിന് ഉട വളർത്താൻ തിരികെ ഏൽപ്പിക്കുന്നു. For the Lord God Almighty reigns. Hallelujah. Hallelujah. For the Lord God Almighty reigns.
holy. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ നീ ഞങ്ങളുടെ പടകിൽ കയറിയതിനായി നന്ദി പറയുന്നു. ചില കുടുംബങ്ങളിലേക്ക് നീ കയറിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടന്ന സകല ശുശ്രൂഷകളും നീ വാഴ്ത്തി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പ്രത്യേകാൽ സുരേഷ് ബ്രദറിനെ, കുടുംബത്തെയും കുഞ്ഞിനെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കുഞ്ഞിനെ വളർത്തുവാനുള്ള സകല ദൈവകൃപകൾ കൊടുത്താട്ട്. കർത്താവെ, എല്ലാ നിലവാരങ്ങളും അതിനെ വളർത്തുവാൻ, ദൈവകൃപയിൽ വളർത്തുവാൻ എൻ്റെ കർത്താവർക്ക് വേണ്ട കൃപ അവൻ ധാരാളമായി നൽകിയാട്ടെ. കർത്താവെ, പ്രത്യേകാൽ അവൻ കർത്താവ് ഇന്ന് ആരംഭിക്കുന്ന ഈ മിനിസ്ട്രി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിനെ വാഴ്ത്തണം, കർത്താവിനെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് താങ്ങാകുവാൻ, അവൻ ദൈവരാജ്യത്തിലേക്ക് അനേകരെ അവൻ കൂട്ടിക്കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹത്തെ അവൻ ജാതികൾ തിരിച്ചറിയുവാൻ ഒരു പുതിയ പാറ്റേണിലേക്ക് അവൻ സഭകളെ കർത്താവ് നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം പിതാവേ. ഇന്ന് പകൽ അവൻ ദൈവസ്നേഹത്തിൽ കടന്നു വന്ന ഓരോ മക്കളെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കു വേണ്ടി വിശാലമായ ചില വാതിലുകൾ തുറക്കട്ടെ. അവൻ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവരുടെ ജോലി മേഖലകളുടെ മേൽ, അവരുടെ ബിസിനസ്സിൻ്റെ മേൽ, ഹല്ലേലൂയ, അവരുടെ ശുശ്രൂഷയുടെ മേൽ, ഹല്ലേലൂയ, വാതിലുകൾ തുറക്കട്ടെ. ഇതാ സഫലവും വിശാലവുമായൊരു വാതിൽ, സഫലവും വിശാലവുമായൊരു വാതിൽ അത് തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെയും അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ പിതാവേ, തുറക്കപ്പെടട്ടെ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അടഞ്ഞത് തുറക്കപ്പെടട്ടെ. ചില കല്ലുകൾ ഉരുണ്ടു മാറട്ടെ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തിയാ ഇതുവരെയും അടയപ്പെട്ടത് അതാ തുറന്നു വരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ പട്ടണത്തിന്റെ വാതിൽ ഇതാ തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ശുശ്രൂഷയുടെ വാതിലുകൾ, പ്രവചനത്തിന്റെ വാതിലുകൾ, ഹീലിംഗ് മിനിസ്ട്രിയുടെ വാതിലുകൾ, ചിലതിനെ മരിച്ച ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ചില സ്വർഗീയ സിസ്റ്റങ്ങൾ അത് ചിലതിന് മേൽ ഓപ്പൺ ആകുന്നു. വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ കർത്താവ് ഇന്ന് വന്ന് ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അവരെ നിറച്ചാട്ട് ആ പടക് നിറഞ്ഞതുപോലെ അവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിറയട്ടെ. കർത്താവ് അവർ സമസ്ത മേഖലകളിലും ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അവരെ സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇവിടെ കടന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഞങ്ങൾ വീണ്ടും കാണും വരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ഇന്ന് രാത്രി ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.